നമ്മൾ നല്ലൊരു മാംഗോ ഐസ്ക്രീം ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പല ഐസ്ക്രീമുകളും ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഐസ്ക്രീം, വാനില ഐസ്ക്രീം, മാംഗോ ഐസ്ക്രീം ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ ഇന്ന് നമ്മൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു മാംഗോ ഐസ്ക്രീമാണ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ നമ്മൾ ഈ മാംഗോ ഐസ്ക്രീം ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലോട്ട് പോകാം. പോണേറ്റ് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതി നിതിൻ. ശ്രുതിസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇനി നമുക്ക് മാംഗോ ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 250 ml പാലാണ്. അതായത് 1 കപ്പ് പാല് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി 1/4 ലിറ്റർ പാലിലോട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മതിയാവും. കോൺഫ്ലോർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ട് അത് കട്ടിയൊന്നും ഇല്ലാണ്ട് ആ പാല് നന്നായിട്ട് അലിയിച്ചെടുക്കുക. ഇനി കോൺഫ്ലോർ ഇല്ലയെന്ന് വെച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. നിങ്ങളുടെ കയ്യിൽ മൈദ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഈ ഒരു അളവിൽ തന്നെ മൈദ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടും കട്ടകളില്ലാണ്ട് വേണ്ടിട്ട് നമ്മളിത് ഇങ്ങനെ അലിയിച്ചെടുക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ തീരെ കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതിന് ശേഷം നമ്മളിത് സ്റ്റൗമ്മ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഫ്ലെയിം ഓണാക്കി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം ഇപ്പോഴേ തന്നെ ആ ചൂടായി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാനും കരിഞ്ഞു പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓണാക്കി കഴിഞ്ഞാൽ തന്നെ ഇളക്കിക്കൊണ്ടേ തന്നെ ഇരിക്കുക. അപ്പോൾ ഈ സമയത്ത് അതായത് പാല് തിളക്കിനേറ്റ് മുന്നായിട്ട് തന്നെ നമുക്കിതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഈ പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരും കേട്ടോ. നമ്മൾ എടുക്കണ മാങ്ങയ്ക്കനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പം അത് നിങ്ങൾക്ക് പിന്നീട് നോക്കിയിട്ടായാലും മാറ്റമൊക്കെ വരുത്താം. ഇപ്പം നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് ഇതുള്ളത്. ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ പാലിൻ്റെ കൂട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുക. നല്ല ഉണങ്ങിയിട്ടുള്ള വെള്ളം നനവൊന്നും ഇല്ലാത്ത മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് 1/2 കപ്പ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. നല്ല ദശക്കട്ടിയുള്ള നാരുകളൊക്കെ കുറവായിട്ടുള്ള മാങ്ങയാണ് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് കൂടുതൽ നല്ലത്. മധുരമുള്ള മാങ്ങയാണ് എടുക്കാൻ നോക്കുക. പുള്ളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഐസ്ക്രീമിനായിട്ട്. നല്ല മധുരമുള്ള ദശക്കട്ടിയുള്ള മാങ്ങ എടുക്കാൻ നോക്കുക. പിന്നെ നമ്മൾ നേരത്തെ തന്നെ കുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന പാലിൻ്റെ കൂട്ടില്ലേ, അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ആ ഒരു മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇത് ചൂടാറിയിട്ടിരിക്കുമ്പോൾ കുറച്ചും കൂടി കട്ടയായിട്ടാണ് നമുക്ക് കിട്ടുക. ഈ സമയത്ത് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. ഇനി ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിൽ മധുരമൊക്കെ നോക്കാം. മധുരം വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരത്തിൻ്റെ ഒരു കണക്കെന്ന് വെച്ചാൽ നമ്മളിത് എല്ലാം കൂടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കുന്ന സമയത്ത് മധുരം കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം. എന്നാലാണ് നമ്മൾ പിന്നീട് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് മധുരമായിട്ട് തോന്നുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ മധുരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു 3-4 ടേബിൾ സ്പൂണോളം വീണ്ടും മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മളിപ്പോൾ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നല്ല ഭംഗിയിലല്ലേ ഇരിക്കുന്നത്, നല്ല ക്രീമി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാര മാങ്ങയുടെ മധുരം കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാരയിലെ അളവിൽ വ്യത്യാസം വന്നിരിക്കും. പിന്നെ ഈ കൂട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് പകർത്തി വയ്ക്കാം. അത് നമ്മളൊരു സ്റ്റീലിൻ്റെ പാത്രമോ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ പാത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തണുത്ത് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. ഇതിനി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. തട്ടിക്കൊടുത്തിട്ട് അതൊന്ന് ലെവലാക്കി വെക്കുക. അതിനുശേഷം ഇത് അടച്ചിട്ട് ഫ്രീസറിൽ വെക്കുക. ഒരു 2-3 മണിക്കൂർ നിങ്ങൾ ഫ്രീസറിൽ വെച്ചാൽ മതി. അങ്ങനെ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടാണ് ഇത് ഇരിക്കുന്നത്. ഇനി ഇത് വീണ്ടും ഒന്നും കൂടി ആ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അടിച്ചെടുത്ത മിക്സിയുടെ ജാറിൽ അത് ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഇട്ടിട്ടാണ് വീണ്ടും നമ്മൾ അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വീണ്ടും അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പോലെ തന്നെ അതൊരു പാത്രത്തിലാക്കി ഫ്രീസറിൽ വെക്കാം നമുക്ക്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഐസ്ക്രീം ഒന്നും കൂടി ക്രീമി ആയിട്ട് കിട്ടണമെന്ന് വെച്ചാൽ വീണ്ടും ഒരു 2-3 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് എടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു 2-3 വട്ടം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം നമ്മളിത് ഫ്രീസറിൽ വെക്കുമ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കേണ്ടി വരും. നിങ്ങളുടെ ഫ്രിഡ്ജിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും. നന്നായിട്ട് സെറ്റ് ആയതിനു ശേഷം മാത്രം പുറത്തേക്ക് എടുക്കാൻ നോക്കുക.
പിന്നെ നമ്മൾ ഫ്രീസറിൽ വെക്കുന്ന പാത്രം അടയ്ക്കുന്നതിന് മുന്നായിട്ട് അതിൻ്റെ മുകളിൽ ഒരു കവറോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പറോ അങ്ങനെ വെക്കുകയാണെങ്കിൽ ഐസ് ക്രിസ്റ്റലൊക്കെ അതിൻ്റെ മുകളിൽ ഐസ്ക്രീമിൻ്റെ മുകളിൽ വീഴാതിരിക്കാനായിട്ട് അത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ അടച്ചു കൊടുക്കുന്നതിന് മുന്നേ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഐസ് ക്രിസ്റ്റലൊക്കെ ഇതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം. നമ്മൾ ഈ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്ത് സെർവ് ചെയ്യുന്നതിനേക്കാളും ഒരു 2 മിനിറ്റ് മുന്നേ തന്നെ നമ്മളിത് ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കാൻ നോക്കുക. അപ്പോൾ നമ്മളിവിടെ ഓവർനൈറ്റ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഐസ്ക്രീം നന്നായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂപ്പറൊന്നും ഇല്ലെങ്കിലും വീട്ടിലുള്ള ഇതുപോലത്തെ ഒരു കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് തന്നെ നന്നായിട്ട് തന്നെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐസ്ക്രീം. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അധികം അങ്ങനെ എന്താ പറയുക ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലേവേഴ്സോ അല്ലെങ്കിൽ മറ്റൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാംഗോ ഐസ്ക്രീമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും ചെയ്തേക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ ഐസ്ക്രീം കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതായത് നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. വീണ്ടും കാണുന്നവരെ ബൈ.